കൊല്ലം തേവലക്കര സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതിൽ കർശന നടപടിയുമായി വിദ്യാഭ്യാസ വകുപ്പ്. പ്രധാനാധ്യാപികയെ സസ്പെൻഡ് ചെയ്യുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. മാനേജ്മെന്റ് ചെയ്തില്ലെങ്കിൽ സർക്കാർ ചെയ്യും. സ്കൂൾ മാനേജ്മെന്റ് സംഭവത്തിൽ 3 ദിവസത്തിനകം വിശദീകരണം നൽകണം. കൊല്ലം എഇഒയോടും വിശദീകരണം തേടി. മരിച്ച മിഥുന്റെ സംസ്കാരം നാളെ. കൊല്ലം തേവലക്കരയിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതിൽ പ്രതിഷേധം തുടരുന്നു. സ്കൂളിലേക്ക് വിവിധ സംഘടനകൾ നടത്തിയ മാർച്ചിൽ സംഘർഷം. പാലക്കാട് വൈദ്യുതി മന്ത്രിയുടെ ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിന് നേരെ ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ്. മിഥുന്റെ മരണത്തിന് KSEBിക്കും സ്കൂളിനും ഉത്തരവാദിത്തമെന്ന് VD സതീശൻ. മരണത്തിൽ അധ്യാപകരെ കുറ്റം പറയാനാവില്ലെന്ന പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച മന്ത്രി J ചിഞ്ചുറാണി. പ്രതിഷേധങ്ങൾക്കൊടുവിൽ VC മോഹനൻ കുന്നുമ്മൽ കേരള സർവകലാശാല ആസ്ഥാനത്ത്. VC എത്തിയത് 300-ലധികം പോലീസുകാരുടെ സുരക്ഷയിൽ. മോഹനൻ കുന്നുമ്മൽ സർവകലാശാലയിൽ എത്തുന്നത് 20 ദിവസങ്ങൾക്ക് ശേഷം. വരാതിരുന്നത് എരിതിരിയിൽ എണ്ണ ഒഴിക്കേണ്ടെന്ന് കരുതിയെന്ന് മോഹനൻ കുന്നുമ്മൽ. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ട്. 3 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട്. ചാവക്കാട് മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. തിരുവനന്തപുരം വെട്ടുകാട് വള്ളം മറിഞ്ഞ മത്സ്യത്തൊഴിലാളിയെ കാണാതായി. കാസർഗോഡ് തൃക്കണ്ണാട്ട് കടലാക്രമണത്തിൽ സംസ്ഥാന പാത തകർന്നു. കേരള വിഷൻ ന്യൂസ് ബിഗ് ഇംപാക്ട്. കാസർഗോഡ് കടലാക്രമണം രൂക്ഷമായ പ്രദേശങ്ങളിൽ അധികൃതരുടെ അടിയന്തര ഇടപെടൽ. കടലേറ്റം തടയാനുള്ള പ്രവൃത്തികൾക്കായി 50 ലക്ഷം രൂപയുടെ ധനസഹായം. നടപടി അജനൂരിലെ കടലേറ്റത്തെക്കുറിച്ച് കേരള വിഷൻ ന്യൂസ് നൽകിയ വാർത്തയെ തുടർന്ന്. കോട്ടിക്കുളം, അജാനൂർ എന്നിവിടങ്ങളിൽ ഇതുവരെ കടലെടുത്തത് നിരവധി വീടുകൾ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് 2 വയസ്സ്. പുതുപ്പള്ളി പള്ളിയിലെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തി രാഹുൽ ഗാന്ധിയും നേതാക്കളും. ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച് സ്വയം ജീവിതം ഹോമിച്ച വ്യക്തിയാണ് ഉമ്മൻചാണ്ടിയെന്ന് രാഹുൽ ഗാന്ധി. കർണാടക ധർമ്മസ്ഥല കൊലപാതക പരമ്പര ആരോപണത്തിൽ ശുചീകരണ തൊഴിലാളിയുടെ രഹസ്യമൊഴി പുറത്ത്. മൊഴി പരസ്യമാക്കിയത് YouTube ചാനൽ വഴി. മൊഴി പുറത്തുവിട്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അറിവോടെയെന്ന ആരോപണം.